നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതായത് ഒരു LCM എടുത്തും ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. വരണം ഒന്നാമത് 3/5 പ്ലസ് 1/10 ഇങ്ങനെ വരും. ഞാൻ ആദ്യത്തെ മെത്തേഡ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് LCM എടുത്ത് 50 എന്ന് എഴുതിയാലും മതി. 50 പ്രോഡക്റ്റ് LCM ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. 10 into 3 30 plus 5 into 1 5. That is 35/50. 35/50 എന്ന് വരും. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വലിയൊരു ഫ്രാക്ഷൻ ആയിരിക്കും അത്. നമ്മൾ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. സിംപ്ലസ്റ്റ് ഫോമിൽ ആക്കാനൊക്കെ പഠിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ 5 കൊണ്ട് ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ വാല്യൂന് ചേഞ്ച് വരത്തില്ല, വ്യത്യാസം വരത്തില്ല. അപ്പൊ 35നെ 5 കൊണ്ട് 7, 50യെ 5 കൊണ്ട് 10, 7/10. ഇതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒപ്പം തന്നെ ഡിനോമിനേറ്റർ ആയ 50യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7/10. അല്ലാതെ ഇതാണ് ഈ രണ്ടെണ്ണം വരുന്ന എല്ലാം എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്ന പ്രോഡക്റ്റ് എടുത്താൽ വലിയൊരു സംഖ്യ വരും. അതിനെ സിംപ്ലസ്റ്റ് ആക്കിയാൽ മതി. അതല്ല, ഇനി അല്ലാതെ ഒരു ഓർ മെത്തേഡ് ഉണ്ട്, നോക്കണം. 3/5 പ്ലസ് 1/10. അപ്പൊ അതിന്റെ LCM എടുക്കണം നമ്മൾ. കാരണം ഇതിനകത്ത് കോമൺ എലമെന്റ് ഉണ്ടെങ്കിൽ 5ലും 10ലും കോമൺ എലമെന്റ്. അപ്പൊ LCM കൂടെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 5 10 രണ്ടിലും അടങ്ങുന്ന സംഖ്യ 5 ആണ്. 5/5 1. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോമൺ. 10/5 2. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ 5 into 1 into 2 ആണ്. ഈ 3 ടേമോടെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 10. പ്രോഡക്റ്റ് 10 LCM. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എടുത്താൽ എഴുതിക്കുന്നത്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ തന്നെ ചെയ്ത് ചെയ്യണം. LCM എടുത്താൽ ചെയ്യുന്നെങ്കിൽ 2-3 മാർഗമാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 10 അങ്ങനെ ഇട്ടു. LCM 10. അത് LCMത്തിനെ ഫസ്റ്റ് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. LCMത്തിനെ ഫസ്റ്റ് ഡിനോമിനേറ്റർ, LCMത്തിനെ ലസാഗുവിനെ ആദ്യത്തെ ഛേദം കൊണ്ട് ഹരിക്കുക. 10/5 2. ആ കിട്ടുന്ന ആൻസറിനെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ? അപ്പൊ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10/5 2 into 3 6 പ്ലസ് LCMത്തിനെ സെക്കൻഡ് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10/10 1 into അതിന്റെ ന്യൂമറേറ്റർ 1 into 1 1. ദാറ്റ് ഈസ് 7/10. കണ്ടോ? ഇതാണ് ഇങ്ങനെ സിംപ്ലസ്റ്റ് തന്നെ കിട്ടും. ഇതാണെങ്കിൽ വലിയ ഫ്രാക്ഷന് കിട്ടും. നമ്മൾ അതിനെ സിംപ്ലസ്റ്റ് ആക്കിയാൽ മതി. ഇതങ്ങനല്ല, നേരിട്ട് സിംപ്ലസ്റ്റ് തന്നെ കിട്ടും. ഇത് നമുക്ക് പ്രയാസമായിട്ട് തോന്നും, പക്ഷെ ഇതാണ് എളുപ്പം. കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ. ഇതിനെ സിംപ്ലസ്റ്റ് ആക്കേണ്ടി വരും. നിങ്ങളുടെ ഇഷ്ടം ഏത് ഉപയോഗിക്കാം, ഇതോ. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? LCM 10നെ LCMത്തിനെ ഫസ്റ്റ് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ അതിന്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. LCMത്തിനെ സെക്കൻഡ് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10/10 1. ആ കിട്ടുന്ന ആൻസറിനെ അതിന്റെ ന്യൂമറേറ്റർ ആയ 1 കൊണ്ട് മൾട്ടിപ്ലൈ 1 into 1 1. ആ 2 മെത്തേഡ് അറിഞ്ഞിരിക്കാം. ഇനി അല്ലാതെ ഒരു മെത്തേഡ് കൂടെ ഇതിനുണ്ട്. ഇതിന് തന്നെ വേറൊരു മെത്തേഡ് കൂടെ നമുക്ക് എഴുതാൻ പറ്റും. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും അറിഞ്ഞിരിക്കുക ശരിയായിട്ടും. മൂന്നാമത്തെ തന്നെ ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട്. 3/5 പ്ലസ് 1/10. LCM എത്രയായിരുന്നു? 10. ആ 10 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3/5 into 10 പ്ലസ് 1/10 into 10. പക്ഷേ ഓൾ ഡിവൈഡഡ് ബൈ ആ LCM ഡിനോമിനേറ്റർ എഴുതിയിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ. അപ്പൊ ഒരേ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂന് ചേഞ്ച് വരത്തില്ല എന്നൊരു കണ്ടീഷൻ. അപ്പൊ ഈ 10 ആണ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ 10 ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഓർത്തിരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലത്. കാരണം നോക്കി എന്താണ് LCM 10 ആണ്. ആ 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പക്ഷെ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് എഴുതണം? 10 എഴുതണം. കാരണം ന്യൂമറേറ്റർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്റർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂന് ചേഞ്ച് വരാൻ ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നോക്കിയേ 5 ക്യാൻസൽ ചെയ്തു 2. അപ്പം ആൻസർ 6 പ്ലസ് 10 ക്യാൻസൽ ചെയ്തു 1. 6 പ്ലസ് 1/10 ദാറ്റ് ഈസ് 7/10. ഇങ്ങനെ 3 രീതിയിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഈ 2 ഫ്രാക്ഷനൊക്കെ എടുക്കുന്ന പ്രോഡക്റ്റ് LCM ക്രോസ് ചെയ്താണ്. പക്ഷെ 3 ഫ്രാക്ഷനൊക്കെ ആഡ് ചെയ്യാൻ വരുമ്പോൾ, സെപ്പറേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് 2 ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇപ്പൊ 1/3 പ്ലസ് 2/5 മൈനസ് 1/6 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് 2 എണ്ണം വീതം ചെയ്യാൻ ബുദ്ധിമുട്ട്, ഒരുപാട് സമയം എടുക്കും. ആദ്യം ഇത് രണ്ടും പ്രോഡക്റ്റ് ക്രോസ് ചെയ്ത് ചെയ്യണം, മൈനസ് പിന്നെ ആ ആൻസറിനെ ഇതുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നോക്കാം, നമുക്ക് 1-2 ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്ത വേറെ നോക്കാം. ഇന്ന് പോയി ശരിക്കും ഇത് സമയം എടുക്കണം. ഒരു 3-4 ക്ലാസ് 2-3 ക്ലാസ് ഇത് എടുക്കും. കാരണം ഇത് നല്ലപോലെ ഉറയ്ക്കണം. LCM എടുത്ത് ചെയ്യുന്ന
ഫ്രാക്ഷൻ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10th +1 +2 എല്ലാത്തിനും ഡിഗ്രി എല്ലാം പോയത്. കാരണം 2/3 പ്ലസ് 5/6 എല്ലാ രീതിയിലും ചെയ്യാം. ടൈപ്പ് 1 ആദ്യത്തെ ഒരു ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ 18 LCM പ്രോഡക്റ്റ് LCM എടുത്തു, ക്രോസ് ചെയ്തു. 12 പ്ലസ് 15 എല്ലാം കൂടെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള മെത്തേഡ് പഠിക്കുക. പക്ഷെ എല്ലാം അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. മാത്സിന്റെ പല നമ്മൾ ഹയർ സ്റ്റഡീസ് ആകുമ്പോൾ പല രീതിയിൽ ടീച്ചർമാരൊക്കെ പഠിപ്പിക്കും, അധ്യാപകർ പഠിപ്പിക്കും, അത് മനസ്സിലാവണ്ടേ. അതുകൊണ്ട് പ്രോഡക്റ്റ് അപ്പൊ 12 പ്ലസ് 15 ദാറ്റ് ഈസ് 27/18. പക്ഷെ അതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോം ആക്കാം. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ടാവുമ്പോൾ 9 കൊണ്ട് പറ്റും. കോമൺ ആയിട്ട് രണ്ടിടത്തും 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 27നെ 9 കൊണ്ട് 3 ഡിവൈഡ് ചെയ്യാം. 27/9 3, 18/9 2, 3/2. ഇതിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3/2. ഓർ വേറെ മെത്തേഡ്, ഇതിന്റെ രണ്ടാമത്തെ മെത്തേഡ് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 2/3 പ്ലസ് 5/6 LCM എടുക്കുക. 3യുടെയും 6ന്റെ LCM എടുക്കുന്നു. 3 3/3 1, 6/3 2. അപ്പം LCM എന്ന് പറഞ്ഞാൽ 3 × 1 × 2 ദാറ്റ് ഈസ് 6 ആണ് LCM. LCM 6. അപ്പം ആ 6 എഴുതുക. ഇങ്ങനെ 6 എന്ന് എഴുതിയിട്ട് LCMത്തിനെ ഫസ്റ്റ് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6/3 2. ആ കിട്ടുന്ന ആൻസറിനെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6/3 2, 2 × 2 4. LCMത്തിനെ സെക്കൻഡ് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6/6 1, 1 × 5 5. ആൻസർ 9/6. ഇതിനേക്കാൾ കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ആക്കി 9/6 ആയി. 9/6. പക്ഷെ ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെ 3 കൊണ്ട് 3/6നെ 3 കൊണ്ട് 2, 3/2. ആൻസർ തന്നെ വന്നു, 3/2 എന്ന് തന്നെ വന്നു. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇത് ഉപയോഗിക്കാം. 2 എണ്ണം വരുന്നതല്ല എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. ടെൻഷൻ അടിക്കണം. പക്ഷെ ഒന്നിൽ കൂടുതൽ 2 എണ്ണത്തിൽ കൂടുതൽ വരുവാണ്, ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ വരുവാണെങ്കിൽ ഈ മെത്തേഡ് ആയിരിക്കും എളുപ്പം. അല്ലെങ്കിൽ അടുത്ത മെത്തേഡ് ഞാൻ മുമ്പ് ഒരെണ്ണം പറഞ്ഞ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓർ ഇങ്ങനെയും ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് 2/3 പ്ലസ് 5/6 LCM 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2/3 × 6 പ്ലസ് 5/6 × 6. പക്ഷേ ഓൾ ഡിവൈഡഡ് ബൈ 6 അങ്ങനെ തന്നെ എഴുതണം. 6 അങ്ങനെ തന്നെ എഴുതുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അർത്ഥം. ക്യാൻസൽ ചെയ്ത് 2, 2 × 2 4, 2 × 2 4 പ്ലസ് 6 ക്യാൻസൽ ചെയ്ത് 1, 5/6 ദാറ്റ് ഈസ് 9/6. സിംപ്ലസ്റ്റ് ആക്കാം. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2, 3/2. ഈ മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ് ഞാൻ കുറേ കൂടെ ചെയ്യിപ്പിക്കാം. മനസ്സിലായി. ഇതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും കുട്ടികൾക്കൊന്നും അറിയാൻ മേത്ത, +2കാർക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ മേത്തൊരു സംഭവമാണ് LCM, ഫ്രാക്ഷൻ ആഡ് ചെയ്യുക, സബ്ട്രാക്ട്. അത് എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുക.